പിന്നെ അതിനുശേഷം മുസ്ലിം ലീഗോ കോൺഗ്രസോ ഒരു മേശക്കിരുന്ന് ഈ ദിവസം വരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഈ തരത്തിലുള്ള ഒരു ധാരണ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എന്നൊരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരു ധാരണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മുന്നണി ബന്ധം പൊട്ടാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുന്നണി ബന്ധം പൊട്ടാതിരിക്കാൻ UDFന്റെ സംസ്ഥാന തലത്തിൽ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. അതിൻ്റെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായിട്ട് പലവട്ടം ഞങ്ങൾ വാണിമേലിൽ UDFന് ജയിക്കാൻ പറ്റുന്ന 6 ജനറൽ സീറ്റുകൾ മുഴുവൻ മുസ്ലിം ലീഗിന് കൊടുക്കുകയും 2 വനിതാ സീറ്റ് മാത്രം തന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് നിർദ്ദേശം വെക്കുകയും, അതുകൂടാതെ പഞ്ചായത്ത് വിജയിച്ചു വന്നാൽ വൈസ് പ്രസിഡന്റോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് 2 വനിതാ സീറ്റ് മാത്രം തന്നാൽ മതി എന്നുള്ള പരമാവധി വിട്ടുവീഴ്ച കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചിട്ടും അതൊന്നും പരിഗണിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഏതായാലും അവസാന നിമിഷം ഇപ്പോൾ രണ്ടുപേരും പരസ്പരം മത്സരിക്കാനുള്ള ധാരണയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ രണ്ട് ലീഗിന്റെ നേതാവ് അഷ്റഫ് ആണെങ്കിലും കുഞ്ഞബ്ദുള്ള ആണെങ്കിലും പറഞ്ഞത് അനുസരിച്ചാണെങ്കിലും സൗഹൃദ മത്സരമാണ്. UDF സംസ്ഥാന തലത്തിലുള്ള ഒരു മുന്നണി ബന്ധത്തിന്റെ മര്യാദ വെച്ച് ഒരു സൗഹൃദ മത്സരം. ഒരു തരത്തിൽ പറഞ്ഞാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മത്സരം എന്നാണോ ഈ സൗഹൃദ മത്സരത്തെ താങ്കൾ കാണുന്നത്? അല്ല, അതൊരിക്കലുമല്ല. മുസ്ലിം ലീഗ് ഈ വിഷയത്തിലെടുത്ത നിലപാട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 തവണ ഈ വിഷയം പരിഹരിക്കാനായി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ചേർന്ന കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസുമായി പരമാവധി നമ്മൾ പിന്നെ ഈ വാണിമേലിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് ബോർഡ് കിട്ടുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പരമാവധി അടുപ്പിക്കാനുള്ള എല്ലാവിധ വിട്ടുവീഴ്ചയും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3-ാം വാർഡ് കോൺഗ്രസിന് കൊടുക്കാം എന്ന ധാരണ എത്തിയത് തന്നെ ഒരുപാട് പ്രവർത്തകരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ 3-ാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണുള്ളത്. അവർ പറയുന്നത് ഈ വാർഡ് ഒരു തരത്തിലും കോൺഗ്രസിന് കൊടുക്കാൻ പാടില്ല, കഴിഞ്ഞ തവണ കോൺഗ്രസിന് കൊടുത്തത് തന്നെ ഞങ്ങൾക്ക് ദഹിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് അവിടെ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ സമാധാനിപ്പിച്ച് തൽക്കാലം അവരുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് ആ വാർഡ് കോൺഗ്രസിന് തരാം എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ വാർഡ് മാത്രം പോരാ, അതുപോലെ വീണ്ടും ഒരു വാർഡ് കൂടി വേണം. നേരത്തെ കുഞ്ഞബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ 2 വനിതാ വാർഡെങ്കിലും വേണം എന്നാണ് അവസാനം അവർ പറഞ്ഞത്. 2 വാർഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് 2 എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഗതിയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 1 കൊടുക്കുമ്പോൾ പോലും പ്രവർത്തകന്മാർ വളരെ പിന്നെ ക്ഷോഭത്തോടു കൂടിയാണ് അത് സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വാർഡ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പിന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് തന്നെ അത് നിങ്ങൾ പറയരുത്, മറ്റെന്ത് വിട്ടുവീഴ്ചയോ ഞങ്ങൾ ചെയ്യാമെന്ന രൂപത്തിലാണ് മുസ്ലിം ലീഗ് സംസാരിച്ചത്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് സൗഹൃദ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന്. അതൊരിക്കലുമല്ല. കാരണം സൗഹൃദ മത്സരം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും എന്ന് പറയുന്നത് 2 കക്ഷികൾ ആണെങ്കിലും ഒരു മെയ്യായി ഒരു മനസ്സായി മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ്. അപ്പം പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഒക്കെ തന്നെ മുസ്ലിം ലീഗിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്, കോൺഗ്രസിനെ അംഗീകരിക്കാൻ ലീഗും തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ എന്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചില വാർഡുകളിൽ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വാർഡാണെങ്കിൽ ആ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം പോലും നൽകാൻ തയ്യാറാവാത്തത് തന്നെ അതിന്റെ ഒരു രാഷ്ട്രീയ മര്യാദയാണ്. വരക്കടവ് വാർഡിൽ എനിക്ക് തോന്നുന്നു അഷ്റഫിന്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വമാണ്. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു വിഷമമുണ്ടോ? ഇല്ലില്ല. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ പല പ്രമുഖരും നേരത്തെ കന്നിയംഗം കുറിച്ചത് തന്നെ ഈ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയായതുകൊണ്ട് തന്നെ എന്റെ ഒരു കന്നി തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക്, ഞാൻ ഒരു കന്നി അംഗം എന്ന നിലക്ക് ഇതിൽ സ്വതന്ത്ര ചിഹ്നം കിട്ടിയതിൽ ഒരു വിഷമവുമില്ല, വളരെ സമാധാനമാണ്. കാരണം പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ചിഹ്നമായിട്ടുള്ള ബസ്സാണ് എനിക്ക് ലഭിച്ചിട്ട് ചിഹ്നം. അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കാം. കോൺഗ്രസ് വക്താവിനോട് ചോദിക്കുകയാണെങ്കിൽ അണികളിലുണ്ടായ വൻപിച്ചൊരു പ്രതിഷേധം, യഥാർത്ഥത്തിൽ അതാണ് വാണിമേൽ പ്രതിഫലിച്ച് കണ്ടത്. തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ കിട്ടുന്നില്ല, UDFൽ മുസ്ലിം ലീഗ് തങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വമ്പിച്ച ഒരു വികാരം അണികളിലുണ്ടായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു
സമ്മർദ്ദം തന്ത്രത്തിന് കോൺഗ്രസ് നേതൃത്വം മുതിർന്നത്. ഇപ്പോഴുമുള്ള ഈ മത്സരം അണികളെ തൽക്കാലത്തേക്കൊന്ന് സമാധാനിപ്പിക്കാൻ മാത്രമുള്ളതാണോ? കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം. 2 സീറ്റ് ഇല്ലെങ്കിൽ തനിച്ച് മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. സൗഹൃദ മത്സരം എന്ന് പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ചില ഇത് പറ്റാത്ത ഒരു സമീപനം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന് അതേ സീറ്റ് ചിഹ്നം കൊടുക്കാമെന്നും മുസ്ലിം ലീഗ് കോൺഗ്രസ് മത്സരിച്ച സീറ്റിൽ മത്സരിക്കുന്നതാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളതാണ് ജില്ലാ UDF കമ്മിറ്റിയുടെ തീരുമാനം. അത് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് മത്സരിച്ച കരുവളം വാർഡിലും കൊമ്മിയോട് വാർഡിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കോണി ചിഹ്നത്തിലാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഒരിക്കലും ഒരു സൗഹൃദ മത്സരമായിരിക്കില്ല എന്നാണ്. അതൊരു ഒരു ഒരു കീഴ്വഴക്കം കോൺഗ്രസ് ജില്ലാ UDFന്റെ തീരുമാനത്തിന് ഒരു ലംഘനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ജില്ലാ UDF കമ്മിറ്റി തീരുമാനിച്ചത് സൗഹൃദ മത്സരം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മുമ്പ് കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ അത് സ്വതന്ത്ര ഇനത്തിലായിരിക്കണമെന്നും മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ അത് സ്വതന്ത്ര ഇനത്തിലായിരിക്കണമെന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ 1-ാം വാർഡിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 1-ാം വാർഡിലും 4-ാം വാർഡിലും 5-ാം വാർഡിലും സ്വതന്ത്ര ഇനത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് മത്സരിച്ച കരുവളം വാർഡിലും കൊമ്മിയോട് വാർഡിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അവരുടെ പാർട്ടി ചിഹ്നത്തിലാണ്. എന്തുകൊണ്ടാണ് അഷ്റഫ് അങ്ങനെ സംഭവിച്ചത്? ഇതിലിപ്പോ വിജയ സാധ്യതയുള്ള ഒരു വാർഡ് എന്ന് പറയുന്നത് വേർക്കടവ് വാർഡാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ മത്സരിക്കുന്ന വേർക്കടവ് വാർഡ്. നിയോജകമണ്ഡല യൂത്ത് ലീഗിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വളരെ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആൾ എന്ന നിലയ്ക്കും എനിക്ക് ആ ചിഹ്നം അനുവദിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. അത് തയ്യാറാവാത്തത് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കോൺഗ്രസ് നേരത്തെ ജയിച്ച ഒരു വാർഡ് എന്ന നിലയ്ക്ക് ആ വാർഡിൽ നേരത്തെയുള്ള ധാരണ പ്രകാരം ചിഹ്നം അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചിഹ്നത്തിൽ കിട്ടുന്ന ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടുന്ന് റിട്ടേണിംഗ് ഓഫീസർ അനുവദിച്ച ബസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായി. അപ്പൊ ഇവിടെ കോൺഗ്രസിന് അങ്ങനെ ഒരു വാശി മുസ്ലിം ലീഗിനുണ്ടെങ്കിൽ വേണമെങ്കിൽ വേറെക്കടവ് വാർഡിലും കോണി ചിഹ്നം അനുവദിക്കാമായിരുന്നു. പക്ഷേ കോണി ചിഹ്നം വേറെക്കടവ് വാർഡിൽ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്ര ഒരു വാശിയില്ല. കാരണം നേരത്തെയുള്ള ധാരണ മുസ്ലിം ലീഗ് അനുസരിക്കുന്നു. പിന്നെ കരുവളം പിന്നെ നെടുമ്പറമ്പ് എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് അത് എന്താണ് അവിടെ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡ് നമ്മുടെ വേറെക്കടവ് വാർഡാണ്. കാരണം വിജയ സാധ്യതയുള്ള ഒരു വാർഡ്. ആ വാർഡിൽ മുസ്ലിം ലീഗ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്, തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. താങ്കളുടെ പാർട്ടി എത്ര സീറ്റുകൾ വിജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? വാണിമേൽ പഞ്ചായത്തിൽ കോൺഗ്രസിന് ഒരു നല്ല പോലെ വേരോട്ടം ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ്. പഞ്ചായത്തിൽ 16 വാർഡിലും മോശമില്ലാത്തൊരു മുന്നേറ്റം പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മലയോര മേഖലയിൽ വെലങ്ങാട് ഒഴിച്ചു നിർത്തി മറ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കമുള്ള പല വാർഡുകളിലും കോൺഗ്രസിന്റെ സജീവമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2005 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2-3 സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് നിസ്സാര വോട്ടുകൾക്കാണ്. അന്നൊക്കെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ആ പ്രദേശത്ത് ഒരു പ്രഗത്ഭ കക്ഷിയല്ല. ഒരു ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രമുള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ തന്നെ നെടുമ്പറമ്പ് കരുവളം വാർഡിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നല്ല ടൈറ്റ് മത്സരത്തിലാണ്. ഒരു നല്ലൊരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കൂടാതെ പണ്ടത്തിൽ നിന്നും ഭിന്നമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വാണിമേൽ പ്രദേശത്ത് നല്ലൊരു വേരോട്ടം ഉണ്ടായിട്ടുണ്ട്. പല വാർഡുകളിലും ശക്തമായ യൂണിറ്റ് കമ്മിറ്റികളും യൂത്ത് വിങ്ങുകളും ഞങ്ങൾക്കുണ്ട്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് വളരെ പുച്ഛമായ രീതിയിലുള്ള സംസാരമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം. വളരെ വിജയസാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് വാണിമേൽ UDFനെ സംബന്ധിച്ചിടത്തോളം.
മുസ്ലിം ലീഗിലാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വേദിയേറ്റം, ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം മാറ്റം, ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് വിമത സ്ഥാനാർത്ഥി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറുന്ന അവസ്ഥ, കോൺഗ്രസിന്റെ പിന്നോട്ടടി, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അതിപ്രസരം, SDPI എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിയുടെ മണ്ഡലങ്ങളിലെ സാന്നിധ്യം, ഇതൊക്കെ കൂടി നോക്കുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള ഒരു വിജയം കാഴ്ചവെക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്തിൽ കൃത്യമായി പറഞ്ഞാൽ 9 വാർഡുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 11 വാർഡുകളാണ്. അത് 9 വാർഡുകളിൽ മുസ്ലിം ലീഗ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടികൾ SDPI എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനമായാലും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗിന് ഒരിക്കലും ഒരു വെല്ലുവിളിയായി ഞങ്ങൾ കാണുന്നില്ല. കാരണം അവര് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോ മുസ്ലിം ലീഗ് ഇത്തരം പാർട്ടികൾ വരുന്നതോടുകൂടി ഒന്നുകൂടി ആവേശമാവുകയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ എല്ലാവരും നേരത്തെ അല്പം പ്രവർത്തന രംഗത്തെ പിന്നോട്ട് പോയ ആളുകൾ പോലും ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇവിടെ സംജാതമായിട്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിച്ചാലും വാണിമേൽ പഞ്ചായത്തിൽ ആധിപത്യം സ്ഥാപിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിമത സ്ഥാനാർത്ഥികളിലേക്ക് പോവുകയാണെങ്കിൽ 15ാം വാർഡിൽ ഈ അവസാന നിമിഷം പുതിയൊരു സ്ഥാനാർത്ഥി ലീഗിന്റെ വാണിമേൽ മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പുറമെ മറ്റു യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് അവിടെ നോമിനേഷൻ കൊടുക്കുകയും സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുകയും അവസാനം ചർച്ചയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പിന്മാറി വിമത സ്ഥാനാർത്ഥി ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. യഥാർത്ഥത്തിൽ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നത്, കുറച്ചാളുകളെങ്കിലും ലീഗിന്റെ ആളുകൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു അച്ചടക്ക നടപടിയായിരുന്നു. പക്ഷേ അച്ചടക്ക നടപടിക്ക് പകരം വന്നിരുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ഇതിനെ എങ്ങനെയാണ് ലീഗ് വിശദീകരിക്കുന്നത്? വിമത സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രയോഗം തന്നെ മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് ആമുഖമായി അതേക്കുറിച്ച് പറയാനുള്ളത്. കാരണം CK സുബൈർ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരിക്കലും തന്നെ ഒരു വിമത റിബൽ സ്ഥാനാർത്ഥിയായിട്ടല്ല അവിടെ നോമിനേഷൻ കൊടുത്തത്. ഇവിടെ വാണിമേൽ പഞ്ചായത്തിൽ ആ വാർഡുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് എല്ലാ പാർട്ടികളും തർക്കങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ